السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمد. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. അവന്റെ പ്രത്യേകമായ അനുഗ്രഹം വർഷിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്നത്തെ ജുമുഅയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ജുമുഅയാണ് ഇന്നത്തെ ജുമുഅ. ഹിജ്റ വർഷം 1447 നമ്മിൽ നിന്നും വിട പറയുകയാണ്. നമുക്കറിയാം, ഇത് ദുൽഹിജ്ജ മാസമാണ്. ഇന്ന് ദുൽഹിജ്ജ 25 5 ദിവസവും കൂടി കഴിയുമ്പോൾ ഹിജ്റ വർഷം 1447 വിട പറയുകയും ഹിജ്റ വർഷത്തിന്റെ തുടക്കം ഒരു പുതുവത്സരം 1448 പ്രാരംഭം കുറിക്കുകയും ചെയ്യുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്നും കടന്നു പോവുകയാണ്. നമ്മിൽ ആരെല്ലാം അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. ബഹുമാനികളെ, എന്താണെങ്കിലും ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർഷത്തെ കണക്കാക്കപ്പെടുന്ന രീതി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം മുതലാണ് ആരംഭിക്കുന്നത്. ഒരു വർഷം നമ്മിൽ നിന്നും കടന്നു പോകുമ്പോൾ അടുത്ത ഒരു വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ
എന്തായിരിക്കണം നാം ചിന്തിക്കേണ്ടത്? എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വർഷത്തിന്റെ അവസാനവും അടുത്ത ഒരു വർഷത്തിന്റെ തുടക്കവും വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, തുടക്കവും ഒടുക്കവും നന്നാകണമെന്ന്. തുടക്കവും ഒടുക്കവും നന്നാകണമെന്ന നമ്മുടെ പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിന്റെ അവസാന ഭാഗത്തിലാണ് നാം ഉള്ളത്. 5 ദിവസവും കൂടി കഴിയുമ്പോൾ മറ്റൊരു വർഷത്തിന്റെ തുടക്കവും ആണ്. അതെങ്ങനെയാണ്, എങ്ങനെയായിരിക്കണം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും തീരുമാനവുമാണ്. ആരാധനാ കർമ്മങ്ങൾ, സമീപനങ്ങൾ എല്ലാം എങ്ങനെയായിരിക്കണം എന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. ഉണർത്തി തരുക എന്നത് മാത്രമാണ് എൻ്റെ ബാധ്യത. ഒരു വർഷത്തിന്റെ ഒടുക്കമാണ്, അടുത്ത ഒരു വർഷത്തിന്റെ തുടക്കവും ആണ്. ബഹുമാനികളെ, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നൊരു ചിന്ത ഈ അവസരത്തിൽ നമുക്ക് വേണം. ഹിജറ വർഷം നമ്മിൽ നിന്നും വിട പറയുന്ന ഈ വേളയിൽ നാം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. മറ്റൊരാളുടെ ആയുസ്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കൂല. ചോദിക്കോ? ഇല്ല. നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുക. നാം എങ്ങനെയായിരുന്നു, നാം എന്താണ് ചെയ്തത്, നാം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നെല്ലാം നമ്മളോടാണ് ചോദിക്കുക. എന്നാലും നമുക്ക് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുവാനും, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുവാനും, മറ്റുള്ളവർ ശരിയല്ല എന്ന് വിലയിരുത്തുവാനും വിമർശന ബുദ്ധിയാണ് നമുക്ക് ഉള്ളത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഞാൻ ശരിയല്ലല്ലോ, എന്റെ ചിന്ത ശരിയല്ലല്ലോ, എന്റെ പ്രവർത്തനം ശരിയല്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ്. എത്ര വർഷം നമ്മൾ ജീവിച്ചു? എത്ര വർഷം ജീവിച്ചാലും നമുക്കറിയാം, ഒരു വേള നാം ചിന്തിക്കുമ്പോ ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ, അല്ലേ? നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം എത്രയോ കാലം, ഒരു 50 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് ചിന്തിക്കുമ്പോ 50 വർഷം നമുക്ക് അനുഭവപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ ശരീഫിലെ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു രംഗം. എന്താണ് ആ രംഗം? ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, മലക്കിലൂടെ, ഒരു മലക്ക് മുഖാന്തരം അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നതാണ്. കം ലബിസ്തും ഫിൽ അർളി അദദ സിനീന. ഭൂമിയിൽ നിങ്ങൾ എത്ര വർഷം ജീവിച്ചു? ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പ്രായവും ഒന്നും നമ്മളവിടെ പറയില്ല. 50 വർഷം എന്നോ, അല്ലെങ്കിൽ 100 വർഷം എന്നോ, 60 വർഷം എന്നോ, 35 വർഷം എന്നോ, 10 വർഷം ഒന്നും പറയില്ല. നമ്മൾ പറയുന്ന മറുപടി പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാലു, എത്ര വർഷം ജീവിച്ചു എന്ന ചോദ്യത്തിന് അവര് പറയുന്ന മറുപടി, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. വർഷമൊന്നും ഞങ്ങൾ ജീവിച്ചില്ലല്ലോ, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരല്പ ഭാഗമോ അല്ലേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. നമുക്ക് അത്രേ അനുഭവപ്പെടുകയുള്ളൂ. എന്തുകൊണ്ട്? ഖിയാമത്ത് നാളിന്റെ ആ ദിവസത്തിന്റെ ദൈർഘ്യത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ ദുനിയാവിൽ നമ്മളുടെ ആയുസ് അത്ര തന്നെ നമുക്ക് അനുഭവപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഓരോരുത്തരും പറയും, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം മാത്രമല്ലേ ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അല്ലാഹു തആല മറുപടി പറയും, ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ. അതെ, നിങ്ങൾ ഭൂമിയിൽ ഒരല്പ ദിവസം മാത്രമേ, ഒരല്പ സമയം മാത്രമേ നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ.
ലൗ അന്നകും കുന്തും തഅലമൂൻ, അന്ന് നിങ്ങൾ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ ആരോടാ വിരോധം വെക്കുക? നിങ്ങൾ ആരോടാ വെറുപ്പ് പ്രകടിപ്പിക്കുക? നിങ്ങൾ ആരുടെ കാര്യങ്ങളാ അന്വേഷിക്കുക? ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആയുസ്സിന്റെ നൈമഷികതയെ വ്യക്തമാക്കി തരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരൽപ്പ ദിവസം അല്ലെങ്കിൽ ഒരൽപ്പ കാലം മാത്രമേ ഭൂമിയിൽ ജീവിതമുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫിൽ ഒരു അധ്യായമുണ്ട്, നമുക്ക് ഏവർക്കും കാണാതെ അറിയാവുന്ന ഒരു അധ്യായമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എന്താണെന്നറിയോ ഈ അധ്യായത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നത്? വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ മഹാനഷ്ടത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, പ്രയോഗം അങ്ങനെയാണ്. ഭയങ്കരമായ നഷ്ടത്തിലാണ് മനുഷ്യ സമൂഹം, മാനവ സമൂഹം. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിച്ചവർ ഒഴികെ, സുകൃതങ്ങൾ ചെയ്തവരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്തവരും ഒഴികെ. വൽ അസ്ർ, ആ സത്യമാണ് ഇവിടെ പ്രാധാന്യം. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. കാലത്തെ തന്നെ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സത്യം ചെയ്തു പറയുകയാണ്, കാലത്തെ തന്നെ സത്യം. നമ്മൾ എത്ര കാലമാണ് ഇവിടെ ജീവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ച പ്രയോഗം കണ്ടോ? വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. എന്താ സത്യം ചെയ്ത് പറയുന്നത്? മനുഷ്യർ നഷ്ടത്തിലാണ്, ആരൊഴികെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. എന്താണെന്നറിയോ? വിശ്വസിച്ചവരും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ വിജയിച്ചവരാണ് എന്നതിന് കാലം സാക്ഷിയാണ്. വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ തന്നെ കർമ്മം മോശമാവുകയും ചെയ്തവർ നഷ്ടത്തിലാണ് എന്നതിന് കാലം സാക്ഷിയാണ്. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ്, ആരൊഴികെ? വിശ്വസിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. വിശ്വസിക്കാതിരിക്കുകയും മോശമായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മനുഷ്യർ നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് പഠിപ്പിക്കുമ്പോ അതിന് കാലം സാക്ഷിയാണ് എന്ന് പറയുമ്പോ, ബഹുമാനികളെ, രണ്ട് രീതിയിലാണ് മനുഷ്യരെ ഇവിടെ നമുക്ക് വേർതിരിച്ച് കാണിക്കുന്നത്. ഒന്ന് പരാജയപ്പെട്ട മനുഷ്യർ, മറ്റൊന്ന് വിജയിച്ച മനുഷ്യർ. വർഷത്തിന്റെ അവസാനം, ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ വിശ്വാസ രംഗം, നമ്മുടെ കർമ്മരംഗം. ഇത് നന്നായാൽ മാത്രമാണ് ബഹുമാനികളെ കാലം നമുക്ക് സാക്ഷിയാവുകയുള്ളൂ, നന്മ കൊണ്ട് സാക്ഷിയാവുകയുള്ളൂ. കാലം നന്മ കൊണ്ട് സാക്ഷിയാവുകയുള്ളൂ. ഇല്ലെങ്കിലോ ഫിർഔനും സംഘവും ലോകത്ത് നിന്ന് വിട പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥ മാത്രമായിരിക്കും. അല്ലാഹു തആല എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ഫിർഔനെയും സംഘത്തെയും കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവര് മരണപ്പെട്ടപ്പോ, അവര് നശിച്ചു പോയപ്പോ അവരുടെ പേരിൽ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസ രംഗം മോശമാണ്,
കർമ്മരംഗം മോശമായിരുന്നു. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്. അവർക്ക് വേണ്ടി ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ആർക്ക് വേണ്ടിയാ? ഫിർഔനിനും സംഘത്തിനും വേണ്ടി. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ തബ്കിസ് സമാഉ വൽ അർദു അലാ അഹദിൻ. ആകാശവും ഭൂമിയും ആരെങ്കിലും മരിച്ചാൽ കരയുമോ? ആകാശവും ഭൂമിയും ആരെങ്കിലും മരിച്ചാൽ കരയുമോ എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? കരയുമെന്നാണ്. എന്നിട്ട് പറയുകയാണ്, എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് 2 വാതിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു വാതിലിലൂടെ ആ മനുഷ്യനിക്കുള്ള റിസ്ക് ഇറങ്ങി വരും, ഒരു വാതിലിലൂടെ ഈ മനുഷ്യന്റെ കർമ്മങ്ങൾ കയറിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് 2 വാതായനങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ, മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ റിസ്ക് ഇറങ്ങൽ നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഇവനിൽ നിന്നുള്ള സൽക്കർമ്മങ്ങൾ കയറിപ്പോകുന്നതും നിൽക്കുന്ന സമയത്താണ് ആകാശം കരയുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ കയറിപ്പോകുന്നു. നമ്മിന്ന് സുബഹി നിസ്കരിച്ചില്ലേ? ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ചില്ലേ? ആ നിസ്കാരം കയറിപ്പോയിട്ടുണ്ട് ആകാശത്തിന്റെ ആ വാതിലിലൂടെ. ഈ സമയത്ത് നാം പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വെള്ളിയാഴ്ച ഈ സമയത്തിരുന്നു കൊണ്ട് നസീഹത്ത് ശ്രദ്ധിക്കുന്നില്ലേ? ഇതും ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ബഹുമാനികളെ. നാം മരണപ്പെട്ട് കഴിയുമ്പോ ഇത് നിലക്കുന്ന സമയത്ത് ആകാശം നമുക്ക് വേണ്ടി കരയുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഒരു ഭൂമിയോ അത് തന്നെയാണ്. നാം നിസ്കരിക്കുന്ന സ്ഥലം നമുക്ക് വേണ്ടി കരയും. നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും നാം മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്നതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊന്നുമില്ലാത്ത, വിശ്വാസവും സൽക്കർമ്മങ്ങളും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു, ആകാശവും കരയില്ല, ഭൂമിയും കരയില്ല. സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിന് ഭൂമി സാക്ഷിയില്ലെങ്കിൽ പിന്നെ ഭൂമി എങ്ങനെ കരയുക? നാം സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആകാശത്തിന്റെ ആ വാതിലിലൂടെ സൽക്കർമ്മങ്ങൾ കയറിപ്പോവുക? പിന്നെ എങ്ങനെ ആകാശം കരയുക? ആകാശവും കരയില്ല, ഭൂമിയും കരയില്ല. ബഹുമാനികളെ, നാം നമ്മുടെ ആയുസ് കൊണ്ട് എന്ത് സമ്പാദിക്കുന്നു എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഒരു വർഷത്തിന്റെ ഈ അവസാന രംഗത്ത്, അടുത്ത ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് നാം തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നാം മരണപ്പെടുമ്പോ നമുക്ക് വേണ്ടി ഭൂമിയും കരയണം, ആകാശവും കരയണം. അല്ലാതെ ഫിർഔനും സംഘവും ചത്തൊടുങ്ങിയത് പോലെയല്ല നാം മരണപ്പെടേണ്ടത്. നമ്മുടെ മരണം സംഭവിക്കേണ്ടത്, നമ്മുടെ മരണത്തിൽ ഭൂമിയും കരയണം, ആകാശവും കരയണം. അതിനെന്ത് വേണം? നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ ഒരു അധ്യായത്തിലൂടെ തന്നെ ഒരുപാട് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഈ അധ്യായത്തിലൂടെ വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ്, അതിന് കാലം സാക്ഷിയുമാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, സത്യം കൊണ്ടും അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും വസിയത്ത് ചെയ്യുകയും ഈമാനും സൽക്കർമ്മവും ഉള്ളവർ ഒഴികെയുള്ളവരെല്ലാവരും നഷ്ടത്തിലാണ് എന്ന് കാലം സാക്ഷിയാണ്. ഈ അധ്യായത്തെ സഹാബികൾ പരസ്പരം കാണുമ്പോൾ പറയുമായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിന്റെ തഫ്സീറുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, 2 സഹാബികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഫലാ യതഫറഖാ, രണ്ടുപേരും പിരിയുകയില്ലായിരുന്നു. ഹത്താ യഖറഅ അഹദുഹുമാ അലാ ആഖിരിൻ, ഒരാള് അടുത്ത ആളുടെ അടുക്കൽ ഈ അധ്യായം ഓതിക്കൊടുത്തിട്ടല്ലാതെ പിരിയാറില്ലായിരുന്നു. കാരണം ആ അധ്യായത്തിലുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയവും പരാജയവും ഉൾക്കൊള്ളുന്ന ഒരുപാട് സന്ദേശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്,
ഈ ഒരൊറ്റ അധ്യായം മാത്രമാണ് നിങ്ങൾക്ക് മേൽ ഇറക്കപ്പെട്ടത് എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരുപാട് ഉണ്ടാകുമായിരുന്നു. അല്ലാഹുവിന് അത് മതിയായിരുന്നു. നിങ്ങൾക്കും ഇത് മതിയായിരുന്നു. പാഠം ഉൾക്കൊള്ളാൻ ഈ ഒരൊറ്റ അധ്യായം മതിയായിരുന്നു എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകളുടെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ബഹുമാനികളെ, നമുക്ക് പഠിക്കാനുണ്ട്. കാലത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. മുൻകഴിഞ്ഞു പോയ കാലത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. അതാണ് സൂറത്തുൽ അസ്ർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിശ്വാസവും സൽക്കർമ്മങ്ങളുമായി ജീവിച്ച അത് അമ്പിയാക്കളും അവരെ വിശ്വസിച്ചവരുമായ ആളുകൾ വിജയിച്ചു. അവരെ അവിശ്വസിച്ചവർ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ മോശത്തരങ്ങൾ ചെയ്തവർ പരാജയപ്പെട്ടു എന്നതിന് കാലം സാക്ഷിയാണ്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളതായ മഹത്തുക്കളുടെ ജീവിതവും നമുക്ക് പാഠമാണ്, അല്ലേ? ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? കാലം നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഓരോ വ്യക്തികളെ കുറിച്ചും. ആരായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു? മദ്യപാനി ആയിരുന്നില്ലേ? മദ്യപാനിയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരഭിപ്രായത്തിൽ പെൺമക്കളെ കുഴിച്ചിടുന്നതിലും പെൺകുട്ടിയെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ യുസ്ലിമു ഉമർ ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. ഖത്താബ് എന്ന് പറയുന്ന എന്റെ പിതാവിന്റെ കഴുത വിശ്വസിച്ചാൽ പോലും, മുസ്ലിമായാൽ പോലും ഞാൻ മുസ്ലിമാവുകയില്ല. അങ്ങനത്തെ സംസാരം പോലും ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്നും? ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും. പിന്നീട് ആരായി മാറിയവർ? ആലോചിച്ച് നോക്കൂ. കാലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പലതും. നമ്മൾ മാറേണ്ടതുണ്ട് എന്നും കാലം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പാരായണം ചെയ്തു, ഇദശ്ശംസു കുവിറത്. ആ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തിട്ട് ഇദസ്സുഹുഫു നുശിറത് എന്നെത്തിയപ്പോൾ, നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം തുറക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ആ ആയത്ത് എത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി വീണു എന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു? പിന്നീട് ആരായി മാറി? ആലോചിച്ച് നോക്കൂ. ഇദസ്സുഹുഫു നുശിറത്, നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം വരാനുണ്ട് എന്ന ആയത്തെത്തിയപ്പോ ബോധരഹിതനായി കൊണ്ട് നിലത്ത് വീണു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു മനുഷ്യന്റെ വീടിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ ഓതുകയാണ്, സൂറത്തു തൂർ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്പം അങ്ങോട്ട് നിന്നു. ആ പാരായണം അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു നിന്നു. ആ സമയത്ത് ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ആ ആയത്തെത്തി. എന്താ അതിന്റെ അർത്ഥം? തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ നടപടി അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ആയത്തെത്തിയപ്പോ, എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തും മാലഹു മിൻ ദാഫിഅ, അതിനെ തടയാൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന ആയത്തെത്തി. ബഹുമാനികളെ, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. എന്താ സംഭവിച്ചെന്നറിയോ? മരിള ഷഹ്റ, ഒരു മാസക്കാലം രോഗിയായി വീട്ടിൽ തന്നെ നിന്നു. ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കൂ. അവരൊക്കെ ചിന്തിച്ചത് എവിടെ നിന്നാണ്? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം നമുക്ക് മുമ്പിൽ വലുതായി നമ്മൾ കാണുകയാണ്. നമ്മൾ ഇപ്പൊ തന്നെ സ്വർഗത്തിലെത്തി എന്നൊരു ചിന്തയിൽ ആയിരിക്കുകയാണ്. നാം ആർക്കു മുമ്പിലും ഒരു വിനയവും നമുക്കില്ല. നാം രക്ഷപ്പെട്ടു എന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചിന്താഗതി. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പദവിയിൽ ഇരിക്കുമ്പോഴും നീ സ്വർഗത്തിലാണ് എന്ന് ശറഫാക്കപ്പെട്ട റിസാലത്തിന്റെ നാവ് കൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? സ്വത്വബോധമാണ്. സ്വത്വബോധം. ഞാൻ ആര്? അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ലല്ലോ എന്നൊരു ചിന്തയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ നയിച്ചത്. ബഹുമാനികളെ, ഈ വർഷം അവസാനിക്കുന്ന സാഹചര്യം, ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മിൽ ഉണ്ടാകേണ്ട ചിന്ത എന്തായിരിക്കണം?
നമ്മുടെ അവസാനവും നന്നാകണം, ഒരു വർഷത്തിന്റെ തുടക്കവും നന്നാകണം എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് നാം ഓരോരുത്തരും മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനികളെ, നാളെ രണ്ടാം ശനിയാഴ്ച നമുക്കറിയാം, നമ്മുടെ മഹലിലുള്ള സ്വലാത്ത് മജ്ലിസ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും നടത്തപ്പെടുന്നുണ്ട്. സ്വലാത്ത് മജ്ലിസിലേക്ക് കഴിയുന്നവരെല്ലാവരും എത്തണം, പങ്കെടുക്കണം. സ്വലാത്ത് മജ്ലിസിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നേതാവിന് വേണ്ടി ഒരു സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അതിനുള്ളൊരു അവസരമാണ് മഹൽ ജമാഅത്ത് കമ്മിറ്റി നമുക്ക് വേണ്ടി തരുന്നത്. അപ്പോ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരല്പസമയം നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. മരിക്കുന്ന സമയത്ത് നമ്മുടെ മലക്കുകൾ നമ്മളോട് സലാം പറഞ്ഞ് പിരിയുന്ന സമയത്ത് സ്വലാത്തിന്റെ മജ്ലിസ് പോലുള്ളതായ നല്ല നല്ല മജ്ലിസുകളിൽ നാം ഇരുന്നിട്ടുണ്ട് എങ്കിൽ അവര് നമുക്ക് ആശീർവാദം അർപ്പിക്കും. എത്രയെത്ര നല്ല സ്ഥലത്താടോ നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്. നമ്മളെ കൂടെയുള്ള മലക്കുകൾ നമ്മളോട് നല്ല വർത്തമാനം പറഞ്ഞിട്ടാ പിരിയുക. എന്നാലോചിച്ച് നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ ആഭാസങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്ക് പോകാനോ ഒന്നും ഒരു തടസ്സം, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ സലാത്തിന്റെ മജ്ലിസിലേക്കൊന്നും വരാൻ നമുക്ക് തൗഫീഖില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല നല്ല കാര്യങ്ങളിൽ നല്ല മനസ്സോടുകൂടെ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ സലാത്തിന്റെ മജ്ലിസിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം പറഞ്ഞിട്ടുള്ളത് ചാവക്കാട് വലിയകത്ത് കാട്ടിൽ കുഞ്ഞാലു ഹാജി, അതുപോലെ ഒരുമനയൂർ അറക്കൽ മക്കാർ ഭാര്യ പാത്തു, കൊരട്ടി മുഹമ്മദ് ഉണ്ണി ഭാര്യ സുബൈദ, ഇത്രയും പേർക്കുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. റഹമുറഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഹിജ്റ വർഷം 1447 അവസാനത്തെ ജുമുഅയിലാണ് ഞങ്ങളുള്ളത്. റബ്ബേ, ഈ വർഷത്തെ ജുമുഅകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ടോ ഞങ്ങളതെല്ലാം മറന്നുപോയി. നിന്റെ അടുക്കലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ സഫലീകരിക്കണം റഹ്മാനെ. ഞങ്ങളിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ബന്ധപ്പെട്ടവരിലും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും പലരും രോഗികളാണ് റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ. വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഉണ്ട് റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളി പരിപാലകരിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് റബ്ബേ, നീ ശിഫ നൽകണം. അല്ലാഹ് ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. ആ സഹോദരിയുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം. അല്ലാഹ് ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലുണ്ട് റബ്ബേ, അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നാളത്തെ സ്വലാത്തിന്റെ ഭക്ഷണവും അവരുടെ വകയാണ് റബ്ബേ. ആ സഹോദരന്റെ പ്രയാസം, പ്രതിസന്ധി നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും നീ സലാമത്തിലാക്കണം റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.